ശരി, പടവെട്ടിക്കുന്നുമാർ ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ട്. ജിൽസി, പേരെന്തായിരുന്നു? പേര് യൂനസ്. നിങ്ങൾ 27 കുടുംബങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഇപ്പോൾ അവിടെ ഒരു കുടുംബം മാത്രം താമസിക്കുന്നുണ്ട്. ആ ഭാഗത്ത് ഒരു കുടുംബം മാത്രം താമസിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും വയനാടിൻ്റെ പല ഭാഗത്ത് ഉള്ളോട്ടുള്ള ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ച് വരികയാണ്. മത്തായി കമ്മിറ്റി പറയുന്നു അവിടെ വാസയോഗ്യമാണെന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്? മത്തായിയുടെ ഫസ്റ്റ് റിപ്പോർട്ട് വന്നത് പുഞ്ചിരിമട്ടം പടവെട്ടിക്കുന്ന് വാസയോഗ്യമല്ല എന്നാണ് മത്തായിയുടെ ഫസ്റ്റ് റിപ്പോർട്ടിൽ വന്നത്. ആ രണ്ടാമത്തെ റിപ്പോർട്ടിലാണ് പടവെട്ടിക്കുന്ന് വാസയോഗ്യമാണ് എന്ന് പറഞ്ഞു വന്നത്. അവിടെ ഞങ്ങൾ വാസയോഗ്യമല്ല എന്ന് പറയാനുള്ള കാരണം, നിങ്ങൾ പലതവണ അവിടെ പോയവരാണല്ലോ, ആ വഴി നിങ്ങൾ കണ്ടല്ലോ. 100% അവിടെ വഴി 2.5 കിലോമീറ്റർ നഷ്ടപ്പെട്ടു. അതായത് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ റോഡാണ് ഇപ്പോൾ പുഴയായിട്ട് മാറിയിട്ടുള്ളത്. പിന്നീടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ സർക്കാർ പറയുന്നത് രണ്ടും പറയുന്നുണ്ട്. പുനരധിവാസത്തിൽ ഉൾപ്പെടുത്തുമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ പരാതി കൊടുത്ത അടിസ്ഥാനത്തിൽ ഞങ്ങളെ ഹിയറിംഗ് ചെയ്യാൻ വേണ്ടി കളക്ടറേറ്റിലേക്ക് വിളിച്ചായിരുന്നു. ഈ കളക്ടറേറ്റിലേക്ക് വിളിക്കുമ്പോൾ ഈ 27 കുടുംബത്തിൻ്റെ അടുത്തും വ്യത്യസ്ത രീതിയിലാണ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നത്. അതിന് ഉദാഹരണമാണ്, ഒരാളെടുത്ത് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളെ പുനരധിവാസം ഉൾപ്പെടുത്തുമെന്ന്. വേറൊരാളെടുത്ത് പറയുന്നു നിങ്ങളെ അവിടെ റോഡ് ശരിയാക്കി തരും, നിങ്ങൾക്ക് വേണ്ട റോഡ് ശരിയാക്കി തരും, എന്നിട്ട് നിങ്ങൾ അവിടെ പോയി പുനരധിവസിപ്പിക്കണം എന്നും പറയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ റോഡ് കിട്ടിയാലും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയ അധ്യയന വർഷം തുടങ്ങിയല്ലോ. ഞങ്ങളെ മക്കളൊക്കെ LKG മുതൽ ഹയർ സെക്കൻഡറി ഡിഗ്രി വരെ പഠിക്കുന്നവരാണ്. ഈ ഞങ്ങളെ മക്കൾ പഠിക്കുന്നത് ചൂരൽമല ടു ബത്തേരി എന്ന് പറയുമ്പോൾ ഏകദേശം ഞങ്ങൾക്ക് 65-70 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് വരുന്നത്. ഇത്രയും ദൂരത്ത് പഠിക്കുന്ന മക്കളാണ്. ഇവർക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. തിരിച്ച് ഈ മക്കൾ സ്കൂൾ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം വൈകിട്ട് 7:30 ഈ 2.5 കിലോമീറ്റർ അവർ റോഡ് വെട്ടി തന്നാലും ഈ റോഡ് വരുന്ന 2 സൈഡും നോഗോസോണാണ്. ഈ 2 സൈഡും എത്രയും പെട്ടെന്ന് ഫോറസ്റ്റായി മാറി. ഇപ്പോൾ നിലവിൽ ഏകദേശം ഫോറസ്റ്റ് രൂപത്തിൽ വന്നു, നിങ്ങൾ കണ്ടതാണല്ലോ. ജീവികളാണ്, വന്യജീവികളാ. ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പണിക്ക് പോയി കഴിഞ്ഞാൽ മാസത്തിൽ ഒരു തവണ 2 മാസം കൂടുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്നത്. ഈ മക്കളെ അങ്ങോട്ട് കൊണ്ടുവിടാനും ഇങ്ങോട്ട് കൊണ്ടുവരാനും ഞങ്ങൾ വീട്ടിൽ ആരും ഉണ്ടാവില്ല. ഈ മക്കൾ ഈ ഭീതി സഹിച്ച് വേണം അവിടെ വരാൻ. ഇതിനപ്പുറം നമ്മൾ യുവാക്കൾക്ക് നമ്മളെ മൈൻഡിനെ മാറ്റിയെടുക്കാം. ഒരുപാട് പ്രായം ചെന്നവർ, മക്കൾ, ഒപ്പം ജോലിക്ക് പോയവർ, ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച മക്കൾ ഇന്ന് 6 അടി മണ്ണിനകത്താ. കയ്യും കാലും മാത്രം കിട്ടിയിട്ട് ആ മരവിപ്പിന്ന് ആ മക്കളും പ്രായം ചെന്നവരും ഇന്ന് വരെ മോചിതരായിട്ടില്ല. ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അവരെ മൈൻഡ് മാറിപ്പോവുക.